Hey all, welcome to the new episode of Mickey House. ഇന്നൊരു സൺഡേ ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ ഇന്നത്തെ യാത്ര മലയാറ്റൂരിലേക്കാണ്. കേരളത്തിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് മലയാറ്റൂർ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ മലയാറ്റൂർ. കുരിശുമല മാത്രമല്ല കേട്ടോ, അടിവാരത്ത് കാണുന്ന മനുഷ്യനിർമ്മിതമായ നക്ഷത്ര തടാകവും ഇവിടുത്തെ പ്രത്യേകതയാണ്. മലയാറ്റൂർ കുരിശുമുടി സമുദ്രനിരപ്പിൽ നിന്ന് 1269 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 പള്ളികളാണ് മലയാറ്റൂരുള്ളത്. പ്രധാന പള്ളിയിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് അടിവാരത്ത് എത്തിച്ചേരാം. ഈ അടിവാരത്ത് നിന്നാണ് മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാനന പാതയാണിത്. പോകുന്ന വഴിയിൽ ധാരാളം പാറക്കെട്ടുകളും കല്ലുകളും നമ്മുടെ യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും മുകളിലത്തെ കാഴ്ചകളും വ്യൂ പോയിന്റും വളരെ മനോഹരമുള്ളതാണ്. അപ്പോസ്തലന്മാരിൽ ഒരുവനായ വിശുദ്ധ സെന്റ് തോമസ് മലയാറ്റൂർ എത്തുകയും സുവിശേഷം അറിയിച്ചു എന്നാണ് വിശ്വാസം. അന്നത്തെ ജനം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ഘോരവനത്തിലൂടെ മുകളിലേക്ക് കയറി പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും പള്ളി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മലയുടെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ സെന്റ് തോമസിൻ്റെ കാൽപ്പാടുകൾ കാണാനായിട്ട് സാധിക്കും. ആ കാണുന്ന പള്ളിയാണ് ആനകുത്തിയ പള്ളി. AD 52 ഇത് സ്ഥാപിതമായത്. ഘോരവനത്തിനുള്ളിൽ സ്ഥാപിച്ച പള്ളി ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെയും കാട്ടാനകളുടെയും ആക്രമണം ഈ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആനയുടെ കൊമ്പ് കൊണ്ട ഭാഗങ്ങൾ പള്ളിയുടെ ഭിത്തിയിന്മേൽ ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാണുന്ന കിണറിൻ്റെ പുറകിലും ഒരു ഐതിഹ്യമുണ്ട്. വിശുദ്ധ സെന്റ് തോമസ് പാറയിന്മേൽ വടികൊണ്ടടിക്കുകയും അവിടെ നീരുറവ ഉത്ഭവിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ആനകുത്തിയ പള്ളിയും പൊൻകുരിശും എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ടോപ്പ് സ്റ്റേഷൻസ് ആയ ഇടുക്കിയും മൂന്നാറും ഒക്കെ പോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ കാഴ്ചയെല്ലാം ആസ്വദിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം. 3 മണിക്ക് നമുക്ക് മല കയറി തുടങ്ങുകയാണെങ്കിൽ 4 മണിയോട് കൂടി നമ്മൾ മലയുടെ മുകളിലെത്തും. അതിനുശേഷം കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. അപ്പോൾ അടുത്ത യാത്ര ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും മലയാറ്റൂരിലേക്ക് പോകുന്നുള്ളൂ. താങ്ക് യു.